channel. This is Venma. നമ്മളിപ്പോൾ ദേ ഇവിടെ ഫോർട്ട് കൊച്ചിയിലാണ് വന്നേക്കുന്നത് കേട്ടോ. കൊച്ചിൻ കാർണിവൽ കാണാൻ വന്നതാണ്. ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. 3 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു. നമ്മളിവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. ഭയങ്കര രസമുണ്ട് ഇവിടെയൊക്കെ കാണാനായിട്ട്. സ്റ്റാർസൊക്കെ ഇട്ടിട്ടുണ്ട്, ഈ തോരണമൊക്കെ കെട്ടിയിട്ടുണ്ട്, ഫുൾ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട്. ഞങ്ങൾ വരുന്ന വഴിക്കൊക്കെ കുറേ രൂപങ്ങളൊക്കെ കണ്ടിരുന്നു. ഇങ്ങനെ ഓരോ വേഷം കെട്ടിയിട്ടാണ് അവർ ചെയ്യുന്നുണ്ടാവുക. ഓരോ വേഷങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയങ്കര രസമുണ്ട്. അപ്പം ഞങ്ങളിത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണം. ഇത് കാണാൻ കൊച്ചിയിലല്ലാത്ത ആൾക്കാരെയും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കണം, ആദ്യം തൊട്ടൊന്ന് അവസാനം വരെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്, ഒട്ടും മിസ് ചെയ്യാതെ കാണുക കേട്ടോ. ഇതാ നമ്മുടെ കാർണിവൽ റാലി ഇവിടെ തുടങ്ങി. ആദ്യം തന്നെ ആനയാണ് വരുന്നത്. കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന എംബ്ലമൊക്കെ വെച്ചിട്ട് ആന വരുന്നുണ്ട്. പക്ഷേ ആന അങ്ങ് കരയുമായിരുന്നു കേട്ടോ. അതിൻ്റെ കാലിലൊക്കെ മുറിവുണ്ടായിരുന്നു, ചങ്ങല ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഇതിന് ബാക്കിലായിട്ടാണ് നമ്മുടെ പ്രസന്ന വേഷധാരികൾ വരിക. ഒരുപാട് വേഷങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഞാനത് ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. ആദ്യം തന്നെ ബൊമ്മ പോലെ ആണ് വരുന്നത്. ഇങ്ങനെ അതിനകത്ത് മനുഷ്യർ എന്നിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ കാലിലേക്ക് നോക്കിയാൽ കാണാം ഇങ്ങനെ ഓരോ സ്റ്റെപ്പിട്ട് അവർ കളിച്ച് പോകുന്നത്. അടുത്തതായിട്ട് വന്നത് കരകാട്ടമാണ്. കുറേ പേരിങ്ങനെ ഡാൻസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ വിഷ്ണുവും ലക്ഷ്മിയും വന്നു, കാളി വന്നു, പിന്നെ ചെണ്ടമേളക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറകിലായിട്ട് കഥകളിയും തെയ്യവും രൂപങ്ങളൊക്കെ വന്നു. ഗണപതിയുടെ ഒരു രൂപം വന്നു. ഗണപതിയുടെയൊക്കെ ആ രൂപം പോകുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഗണപതി ഇങ്ങനെ ഇരുന്ന് എല്ലാവരെയും അനുഗ്രഹിക്കുന്നതായിട്ട് കൈ കാണിച്ച് പോകുന്ന രൂപമായിരുന്നു. പിന്നെ കോല് കളിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവരിങ്ങനെ കൊട്ടി പാട്ടുപാടിയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ ഒരു ജാഥ പോലെ വന്നിട്ടുണ്ടായിരുന്നു, ജനമൈത്രി പോലീസ് സ്റ്റേഷൻ്റെ. പിന്നെ കുട്ടികളൊക്കെ ഓരോ വേഷങ്ങളായിട്ട് ഇങ്ങനെ പോകുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഇത് കാലൻ വന്നാണ് കേട്ടോ. കത്തിയും പൂവൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമ്മുടെ ദേഹത്തേക്ക് മാല ഇടാൻ വരുന്നതായിട്ട് അലറിക്കൊണ്ട് അടുത്തേക്ക് വന്നു. കണ്ടപ്പോൾ തന്നെ നമ്മൾ പേടിച്ചു പോയി. പെട്ടെന്ന് ഇങ്ങനെ ഈ ഒരു രൂപവും പെട്ടെന്ന് ഇങ്ങനെ ഓടി വരിക കാണുന്നതാണെന്ന് നമുക്ക് ഭയം തോന്നും. പിന്നെ ഇതൊരു നല്ല രസമുള്ള ഒരെണ്ണമായിരുന്നു കേട്ടോ. വീഡിയോഗ്രാഫർ പഴയ കാലത്തെ ആ ഒരു പാൻറ്റും ആ ഒരു ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് അയാളിങ്ങനെ നമ്മൾ എടുക്കുന്നവർക്കൊക്കെ പോസ് ചെയ്ത് ഇങ്ങനെ ചിരിച്ച് നിന്ന് തരുമായിരുന്നു. അത് നല്ലൊരു രസമുള്ള കാഴ്ചയായിരുന്നു. അയാൾ നന്നായിട്ടത് ആക്ട് ചെയ്യുകയും ചെയ്തു. പിന്നെ മിസ് വേൾഡ് വന്നിരുന്നു കേട്ടോ. അത് ശരിക്കും ഒരു പെണ്ണിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. കുറേ ചെറുക്കന്മാരൊക്കെ ചെന്നിട്ട് സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു ആളുടെ കൂടെ നിന്നിട്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ആളുടെ ഒരു നടപ്പും നിപ്പും ഭാവവും ഒക്കെ. പിന്നെ അറബികൾ വന്നു. പിന്നെ ഇത് വെളിച്ചപ്പാടിൻ്റെ ഒരിതാണ് കാണിച്ചേട്ടോ. കുറേ ആണുങ്ങൾ വേഷം കെട്ടിയിട്ട് ഇങ്ങനെ കുറേ 2-3 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊരാൾ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വാള് വീശിക്കൊണ്ട് അടുത്തേക്ക് വരുന്നു. കുട്ടിയൊക്കെ കടന്ന് കരയുമായിരുന്നു. ഭയങ്കര പേടി തോന്നുമായിരുന്നു നമ്മൾ അവരുടെ കാലിലെ ചിലങ്കയും കാര്യങ്ങളൊക്കെ ഈ ഒച്ചപ്പാടും ഒക്കെ കേട്ടപ്പോഴത്തേന്. മറ്റേ കോഞ്ചറിങ് 2-ലെ പ്രേതം ഇങ്ങനെ ബൈക്കിൽ വരുന്ന എന്തോ വലക്കോ അങ്ങനെ എങ്ങാണ്ടല്ലേ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അത് രസമുണ്ടായിരുന്നു കേട്ടോ.
സിംഗിളായിട്ട് കുറേ വേഷങ്ങൾ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം ഇനി വരുന്നത് പഞ്ചാബിലെ വെഡ്ഡിങ് ആയിരുന്നു കേട്ടോ. അത് രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സോങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉള്ളിൽ കല്യാണം കഴിച്ച പോലെ രണ്ടുപേര് ഇരുന്നിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. സൗദിയിലെ സാന്റാക്ലോസിൻ്റെ ഫാമിലി ആയിട്ട് വന്നാന്ന് തോന്നുന്നു കേട്ടോ. ഭാര്യയും പിള്ളേരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് നല്ല രസമുണ്ടായിരുന്നു. ചൈനയിലെ ആ ഒരു പിന്നെ ഇത് രസമുണ്ടായിരുന്നു കേട്ടോ. ചൈനയിലെ ഡ്രാഗൺ ഡാൻസ് കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് താഴെ നിന്നിട്ട് ഇതിങ്ങനെ അവർ കൈകൊണ്ട് ഇങ്ങനെ ആക്കുന്ന, പക്ഷെ അത് നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ചൈനക്കാരുടെ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു, ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരുടെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് അതൊന്നും രസമുണ്ടായിരുന്നു. ആൾക്കാരെ കാണാനായിട്ട് ആ ഒരു ലുക്ക് ഉണ്ടായിരുന്നു. അതും നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ നേരിട്ട് നിന്ന് കാണുമ്പോഴാണ് കേട്ടോ ആ ഒരു ഫീല് കിട്ടുക. അവരുടെ ആ ഒരു പാട്ടും ഇതൊക്കെ അവിടെ നേരിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഹൈദരാബാദിലും എന്തിനൊന്ന് വാളയാർ പോലും ഞങ്ങളിൽ ഓരോരുത്തരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി. അപ്പോ സ്ഥലമല്ല പ്രശ്നം, ഞങ്ങളിൽ എല്ലാ പ്രായക്കാരും ഞങ്ങളുടെ ചിന്തകളാണ് പ്രശ്നം. ഞങ്ങൾ സഹിച്ചു മനസ്സിലായി നിയമങ്ങൾ പോലും ഞങ്ങളൊപ്പം നിൽക്കാതെ മാറി സ്വയം ദുർഗയാവാതെ ഈ വന്നില്ല. കൊച്ചിൻ കാർണിവൽ പിന്നെ ഇത് സീതാ കല്യാണമായിരുന്നു കേട്ടോ. ഇത് ശരിക്കും ഒരു പെണ്ണും ഒക്കെ ആയിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാനായിട്ട്. ഇത് മലയാള മനോരമക്കാർ നടത്തുന്ന ഒരിതായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൂസിഫർ 2 ലാലേട്ടൻ്റെ ഒരു വേഷമായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ലാലേട്ടൻ്റെ ഒരു നല്ല കട്ടുണ്ടായിരുന്നു. പിന്നെ മലയാള മനോരമക്കാരുടെ ഈ ഒരു ചെറുശ്ശേരി കൃഷ്ണഗാഥ രചിക്കാനിടയായ ഒരു ചതുരംഗക്കളി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഉന്തുന്തു ആളെ ഉന്തെന്നുള്ള ആ ഒരു സോങ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. നന്നായിട്ട് മലയാള മനോരമക്കാർ എല്ലാം തന്നെ സൂപ്പറായിട്ടുണ്ടായിരുന്നു.
ആയിട്ട് ചെയ്തിട്ടുള്ളായിരുന്നു, രസമുണ്ടായിരുന്നു. നമ്മുടെ പരിപാടി ഇവിടെ കഴിഞ്ഞു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ടായിരുന്നു. കുറേയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ ഓരോ ഡാൻസും കാര്യങ്ങളൊക്കെ. പിന്നെ കുറേയൊക്കെ ഈ ബോയ്സ് ഇങ്ങനെ പെൺവേഷം കെട്ടിയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ചിലതൊക്കെ എനിക്ക് ഒത്തിരി പേടി തോന്നിയായിരുന്നു. പിന്നെ ഒരുമാതിരി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു, നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക്. ഇപ്പം ഇത് കഴിഞ്ഞു, ഇനിയിപ്പം റോഡ് ക്ലിയർ ആയിട്ട് വേണം വണ്ടി എടുത്ത് നമുക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ ട്രീ കണ്ടോ, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് ഇത് ഇവിടെ നിന്ന് കാണാനായിട്ട്. വെളി ഗ്രൗണ്ടിലാണ് ഇത് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ്. ഫുള്ള് കടകളും ഓരോ ഗെയിമുകളും കാര്യങ്ങളും, അവിടെ എല്ലാം ഭയങ്കര ഡാൻസും മേളും ഒക്കെയാണ്. ഭയങ്കര തിരക്കാണ് ഇവിടെ. ബേബി ആയിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാനിവിടെ വെളിയിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു, കയറണോ വേണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട്. ഭയങ്കര രസമുണ്ട്. ഞങ്ങൾ ആ കാർണിവലിൽ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നപ്പോഴാണ് വെളി ഗ്രൗണ്ടിൽ ഇങ്ങനെ നടക്കുന്നത് കണ്ടത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു, അടിപൊളി. ഓക്കെ, ഇത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണമെങ്കിൽ റോഡൊന്ന് ക്ലിയർ ആവണം. ഭയങ്കര ആളും തിരക്കുമാണ് ഇവിടെ. അപ്പം ഇതിവിടെ നമ്മുടെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റാ. വീഡിയോ ഇഷ്ടമായോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കി ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിടുക.